ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ് രണ്ടായിട്ട് പിളർന്നുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അത് രണ്ട് ഡിഫറെൻറ്റ് ലാൻഡ് മാസുകളായിട്ട് മാറും. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു സൂചനയാണിത്. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന 7 കോണ്ടിനെൻറ്റ്സും ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ചിരുന്നതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക സമയങ്ങളിൽ ഇതേ ഒരു ചോദ്യത്തിന് പിന്നാലെ പോയ ഒരാളാണ് ആൽഫ്രഡ് വെഗ്നർ എന്ന് പറഞ്ഞ ജർമ്മൻ ജിയോളജിസ്റ്റ്. 1912 അദ്ദേഹത്തിൻ്റെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി പബ്ലിഷ് ചെയ്യുന്നത്. ഈ തിയറിയിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതും ഇതേ കാര്യമാണ്. അതായത് 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മെസസോയിക് കാലഘട്ടത്തിൽ ഒരു സിംഗിൾ സൂപ്പർ കോണ്ടിനെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് പാൻജിയ. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഒരു ലാർജർ ഓഷ്യൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് പാൻതലസ. ഈ പാൻജിയ ഗ്രാജുവലി സ്പ്ലിറ്റ് ആയിട്ട് 2 ലാർജർ ലാൻഡ് മാസായിട്ട് മാറുന്നുണ്ട്, ലൗറേഷ്യയായിട്ടും ഗോണ്ടുവാനയായിട്ടും. ഈ ലൗറേഷ്യയും ഗോണ്ടുവാനയുമാണ് പിന്നീട് സ്പ്ലിറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് കാണുന്ന 7 കോണ്ടിനെൻറ്റ്സ് ആയിട്ട് മാറിയെന്നാണ് ആൽഫ്രഡ് വെഗ്നർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഈ കോണ്ടിനെൻ്റ് ഡ്രിഫ്റ്റ് സംഭവിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഫോഴ്സുകളാണ് കാരണമെന്ന് പറയുന്നുണ്ട്. ഒന്ന് എർത്തിൻ്റെ റൊട്ടേഷൻ മൂലമുണ്ടാകുന്ന ഫോഴ്സും മറ്റൊന്ന് ടൈഡൽ ഫോഴ്സും. പ്രധാനമായിട്ടും ഈ 2 ഫോഴ്സുകൾ കാരണമാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് സംഭവിച്ചതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കുറേ എവിഡൻസുകൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതിലൊരെണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ കോണ്ടിനെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കോണ്ടിനെൻറ്റ്സിൻ്റെ കോസ്റ്റ് ലൈൻ തമ്മിലൊരു സിമിലാരിറ്റി നമുക്ക് കാണാം. അതായത് കോണ്ടിനെൻറ്റ്സ് നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ജിക്സാ ഫിറ്റ് എഫക്റ്റ് നമുക്ക് കാണാം. അതുകൂടാതെ തന്നെ പല കോണ്ടിനെൻറ്റ്സുകളിലും ഒരേ സ്പീഷ്യസിലുള്ള ആനിമൽസിൻ്റെ ഫോസിൽസിലും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു തിയറി ആ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടാതെ പോയൊരു തിയറിയാണ്. അതിന് പ്രധാന കാരണം ഇദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന ഈ ഫോഴ്സുകളാണ്. കാര്യം കോണ്ടിനെൻറ്റ്സ് പോലെയുള്ള ഈ ലാർജർ ലാൻഡ് മാസുകളെ മൂവ് ചെയ്യാൻ വേണ്ടി മാത്രം പര്യാപ്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഫോഴ്സുകളല്ല ഈ എർത്തിൻ്റെ റൊട്ടേഷണൽ ഫോഴ്സുകളോ ടൈഡൽ ഫോഴ്സുകളോ ഒന്നും. അതുകൂടാതെ ഇദ്ദേഹം പറയുന്നുണ്ട്, മെസസോയിക് കാലഘട്ടത്തിൽ 200 മില്യൺ വർഷം മുമ്പാണ് ഈ പറഞ്ഞ കോണ്ടിനെൻ്റ് ഡ്രിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് എന്തായിരുന്നു, അല്ലെങ്കിൽ പാൻജിയയ്ക്ക് മുമ്പ് എന്തായിരുന്നു ഈ കോണ്ടിനെൻറ്റ്സിൻ്റെ അവസ്ഥ എന്നൊന്നും ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഒരു തിയറിയുടെ വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ഈ തിയറിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പിൽക്കാലത്ത് കുറച്ചും കൂടെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ നൽകുന്ന പ്ലേറ്റ് ടെക്നോണിക്സ് പോലെയുള്ള തിയറികൾ വരാൻ ഈ ഒരു തിയറി വഴിത്തിരിവായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ പ്രധാന ഒരു റിലവൻസ് എന്ന് പറയുന്നത്.